boys. Okay. എല്ലാരും സന്തോഷത്തിലാണല്ലോ. ഹലോ കോച്ച്, ആ കണ്ണാടിയും തൊപ്പിയൊന്ന് ഊരിക്കേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കണ്ണാടി തൊപ്പി ഊരുന്ന ആളല്ല നമ്മുടെ ചക്കുണ്ണിമാൻ. അതാണ്. ഊരിയതും ഇല്ല. ഇങ്ങോട്ട് നോക്കി. എടാ ഒന്ന് ഊരിക്കേ. ഞാൻ നോക്കട്ടെ. ഒന്ന് ഊരിക്കേ. എനിക്കത് കാണണം. ഒന്ന് ഊരിക്കേ. എന്തിനാണ്? അയ്യേ, നീയായിരുന്നോടാ കോച്ച്? ഇവനറിയോ? നിനക്കെന്നെ അറിയാവോ? ഇല്ല, എനിക്കറിയത്തില്ല. നിനക്കെന്നെ അറിയത്തില്ലടാ. ഞങ്ങളുടെ ചിങ്ങോടത്ത് അപ്പച്ചിയുടെ കല്യാണത്തിന് നിങ്ങളുടെ അപ്പച്ചയുടെ കല്യാണത്തിന് ഇവൻ ആരാന്നറിയോ? ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ സ്ഥലത്ത് വന്ന സമയത്ത് ഞാനും എന്റെ നാത്തൂനും കൂടെ ഈ കുളത്തിൽ കുളിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ ഒരു പറങ്കിമാവുണ്ടായിരുന്നു. അതിന്റെ മേളിൽ നിന്ന് ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയവനാവൻ. അയ്യേ, അന്ന് ഞാൻ ബോളെടുക്കാൻ വേണ്ടി വന്നതാ. ബോളെടുക്കാൻ പറങ്കിമാവിന്റെ മണ്ടയ്ക്കാണോടാ കേറുന്നേ? അതൊക്കെ പഴയ കഥയൊക്കെ. അതൊക്കെ ഇതിനകത്തിട്ട് ചവിട്ടി കീച്ചത്. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയുന്നതാണ് അതിന്റെ ഒരു മാന്യത. ഒരു മിനിറ്റ്. മെസ്സി വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെസ്സിയാ? ഹലോ, എന്റെ ദൈവമേ, ഇതെവിടെയാ? ഞാൻ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന കാര്യം നടക്കും. നിങ്ങൾക്ക് ഞാൻ കപ്പ മേടിച്ച് തന്നാ മതിയില്ലേ? പിന്നെ വേറെ കാര്യം, പ്രാക്ടീസ് ഒക്കെ ചെയ്തോണം. ഞാനില്ലെന്ന് പറഞ്ഞോണ്ട് അതിലെ ഞങ്ങളെ ഉന്തരിച്ച് നടക്കല്ലേ കേട്ടല്ലോ. ശരി, വെച്ചോ. അതെ മെസ്സിയെ പരിചയമുണ്ടോ? എന്റെ പൊന്നാവേ, മെസ്സി ആയപ്പോ ഇങ്ങ് വിളിച്ചത് കിടത്തി ഉറക്കുവല്ലോ, എന്നെ അറിയോ? കിടത്തി ഉറക്കാതിരിക്കാൻ മെസ്സി എന്നെ കൊതുകാണോ? അല്ല, മെസ്സിയെ കുറിച്ച് അറിയാന്നല്ലേ പറഞ്ഞത്. എനിക്ക് മെസ്സിയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞേ. ഞങ്ങളൊന്ന് എന്താ ചെയ്യല്ലേ? മമ്മൂട്ടി വരെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നില്ല. വിളിച്ചോ. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ അനിയത്തിയായിരുന്നു മേഴ്സി, എന്റെ കുഞ്ഞമ്മയായിരുന്നു മേഴ്സി, എന്റെ അമ്മയുടെ അനിയത്തിന്റെ മോളായിരുന്നു മേഴ്സി. 2 ചോദിച്ചോളൂ, 4 കിട്ടുന്നത്. എങ്ങനെയുണ്ട്? അതാണ്. അങ്ങനെ വലിയ കോച്ചൊക്കെ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ ഫുട്ബോളിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. 2 സാധനം പറയത്തുള്ളൂ. ഇതാണ് ബോൾ. ഇതെന്താണ്? ബോൾ. ഇത് കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയാൽ ഇത് ഫുട്ബോൾ. ഇതിങ്ങനെ എടുത്തിട്ട് ഈ കൈ കൊണ്ട് തട്ടിയാൽ ഇത് വോളിബോൾ. ഇതിങ്ങനെ തട്ടുന്ന സമയത്ത് ഏതെങ്കിലും ബാസ്കറ്റിൽ നിന്ന് വീണാൽ ഇത് ബാസ്കറ്റ് ബോൾ. ഇതെടുക്കാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചാലോ? വെറും ബോൾ.